ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്താ വിശേഷം? എല്ലാവരുടെയും സുഖമല്ലേ? എല്ലാവർക്കും അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഇന്നത്തെ രാവിലത്തെ മാത്രം ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലത്തെ ഒരു വ്യൂ ആണ്. നല്ല വെയിലുള്ളൊരു ദിവസമാണ് അല്ലേ? 2 ദിവസമായിട്ട് ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ആ മഴയൊക്കെ ഒന്ന് പോയി നല്ല ഉഷാറായിട്ട് വെയിലൊക്കെ അരച്ചിട്ട് ഒന്ന് ഉഷാറായിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ? കുറേ ദിവസം ഇങ്ങനെ വെയിലരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടേക്കാരല്ലേ. പക്ഷേ കുറേ മഴ പെയ്ത് ആകതായതിൻ്റെ ശേഷം പിന്നെ ഒന്ന് 2 ദിവസമൊക്കെ വെയിലരക്കുമ്പോൾ നല്ല രസമാണ് കാണാനല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെയിലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ, വീഡിയോ കാണുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് കുറേ വൈകിട്ടാട്ടോ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടിന് ശേഷം ഞാൻ കിച്ചണിൽ കയറിയത്. രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരുന്ന് അതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ കിച്ചണിൽ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചായക്ക് കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അരിയൊന്നും അരച്ച് വെച്ചിട്ടും വെള്ളത്തിലിട്ടിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊടിയില്ല, അരി പൊടിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, പുട്ടുപൊടി ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും പുട്ടുപൊടിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ പൂരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അട്ടപ്പൊടിയല്ല, ഗോതമ്പ് പൊടിച്ചിട്ടുള്ളതും പിന്നെ പുട്ടുപൊടിയും കുറച്ച് കൂട്ടിയിട്ട് നല്ലൊരു ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി കുറച്ച് കൂട്ടിയിട്ടോ. എന്നിട്ടിങ്ങനെ പൂരിക്കൊക്കെ കുഴച്ച് വെച്ച് അതിൻ്റെ ശേഷം കേട്ടോ ഞാൻ കോഴികളൊക്കെ ഒന്ന് വിടാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം എണീറ്റ് വന്നപ്പോൾ തന്നെ ചായക്കുള്ള വെച്ചാണ് പൂരിക്കുള്ളത് കുഴച്ച് വെച്ചു കേട്ടോ. പിന്നെ കോഴികൾക്കൊക്കെ വിട്ട് തിന്നാനൊക്കെ കൊടുത്ത് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ പൂരി ഒന്ന് കുഴച്ചിട്ട് പരത്തി ചുടാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കരിഞ്ചീരകോ എള്ളോ രണ്ടും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കറുത്ത കളറായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും അല്ലേ. കരിഞ്ചീരകമാണ് ഒന്നുകൂടെ ടേസ്റ്റ് എള്ളിനേക്കായും തോന്നുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പൂരിയൊക്കെ പരത്തി പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അല്ലാതെ കോയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയല്ല. അങ്ങനെ പൂരിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. മറ്റേ അടുപ്പിലതാ ഒരു തവയിൽ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കണം. ഇനി തേങ്ങയും കൂടി ഒന്ന് അരച്ച് പിന്നെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ട് മിക്സിയുടെ ജാറിൽ അവിടെ കൊടുന്ന് വെച്ചിരിക്കണം. അത് ഉള്ളിയും കിഴങ്ങും തക്കാളിയും കൂടി വെച്ചിട്ടുള്ളൊരു കറിയാണ്. എല്ലാം കൂടെ വാട്ടി മസാലപ്പൊടി ഇട്ട് പിന്നെ അതിക്ക് മറ്റേ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലായി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. വാട്ടിക്ക് ഇട്ട് കൊടുത്തിരുന്നു. വാട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ചതാണ്. ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ കൂട്ടി വാട്ടിയിട്ട് എന്നിട്ട് അത് തിളച്ച് വന്ന് ഇനി അതൊന്ന് വെന്തതിൻ്റെ ശേഷം ഞാൻ ലാസ്റ്റായിട്ട് കുറച്ചുകൂടി ഗരം മസാല ഇട്ട് കൊടുക്കും. പിന്നെ തേങ്ങയും അരച്ചൊഴിച്ചിട്ട് വറവിട്ടെടുക്കുക. ഇതാണ് കേട്ടോ ഇന്നത്തെ കറി. ഒരു തട്ടിക്കൂട്ട് കറിയാണ്, എന്നാലും പൂരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒരു കുറുമക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റാണ് ഗരം മസാല ഇട്ട് കൊടുത്താൽ. അപ്പോൾ പൂരിക്ക് നല്ല കോംബോ ആണ് ഇതുപോലത്തെ കറിയൊക്കെ കേട്ടോ. ബാജി കറി ഇങ്ങനെയൊക്കെ രസമാണല്ലോ പൂരിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരടുപ്പത്ത് അത് വേവിടുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് കിട്ടിയിരിക്കണം കേട്ടോ ഇന്നലെ. അത് പറയാൻ മറന്നുപോയില്ലേ. ഇന്നലെ ഉച്ച സമയത്താണ് നമുക്ക് ഗ്യാസ് കിട്ടിയത്. ശനിയാഴ്ച ഗ്യാസ് കഴിഞ്ഞ് ശനി ഞായറും തിങ്കൾ ഉച്ചവരെ ഞാൻ നന്നായിട്ട് ഗതികെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ മാത്രം കത്തിച്ചിട്ട് എനിക്കെന്തോ രാവിലെ കിച്ചണിക്കൊക്കെ വരാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതേപോലെ ആയിട്ട് ഗ്യാസുമ്പോൾ തന്നെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതാണ് ബുദ്ധിമുട്ടില്ലേ. ഒരു കാലത്ത് ഫുള്ളായിട്ട് അടുപ്പ് കത്തിച്ചെടുത്തുന്ന കാലം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അതും ശീലമായി. പിന്നെ ഗ്യാസ് കിട്ടിയതിന് ശേഷം ഇങ്ങനെയും ശീലമായി. രാവിലെയാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ട്. അല്ലാത്ത സമയത്ത് നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ് തോന്നൂല. പിന്നെ 4 മണിക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അപ്പോഴൊക്കെയാണ്. ചോറ് കൂട്ടാനൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. തീയാണ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് എന്തിൻ്റെ ശേഷം കൂട്ടാനുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ വേഗത്തിലായിക്കോട്ടും. പക്ഷേ ഈ രാവിലെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടെ ഒപ്പമായിരിക്കാം കിച്ചണിൽ വരിക. ഓരോരുത്തർ കുളിയും പോവലും തിരക്കും അങ്ങനെ ഒരു വലിയൊരു തിരക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ ഒന്നൊന്നും ആയിട്ടുണ്ടാവില്ല. അടുപ്പിലാവുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഗ്യാസിലാണെങ്കിൽ നമുക്ക് വലിയ പേടിയൊന്നുമില്ല. രണ്ടും കൂടെ കത്തിച്ചാൽ വേഗം നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റും. കടിയും കറിയെല്ലാം പാടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. 2 ദിവസം നന്നാക്കി ഗതി കെട്ടു. അതിൻ്റെ ശേഷം ഇന്നലെ വിരുന്നുകാരും വന്നത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൂടെ അടുപ്പത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പിൽ ചിക്കൻ പൊരിക്കലും മസാലകൾ വാട്ടലും പൊരിക്കലും എല്ലാം കൂടെ അടുപ്പത്താവുമ്പോൾ നടക്കൂല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൽക്കൊക്കെ
നന്നാക്കി വിശന്നിട്ടുണ്ടായിരുന്നു. ഓല് വന്നപ്പോൾ തന്നെ ഉച്ച സമയം ആവാനായിട്ടുണ്ട്, 11 മണിയാവാനായിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ എല്ലാം കൂടെ അടുപ്പത്താവുമ്പോൾ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയെടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി ആട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ബിരിയാണിയൊക്കെ വെക്കാൻ നിന്നാൽ കുറച്ച് സമയം വേണമല്ലോ. നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ ഒരടുപ്പത്ത് പൊരിക്കലും പിന്നെ അരി അടുപ്പത്ത് തിളപ്പിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ദമ്മിൽ കിടക്കാനും ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറൊക്കെ ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതാ വർത്താനം പറയേണ്ട ഇടയിൽ ഓരോരുത്തർ ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കൊടുക്കുന്നുണ്ട്. രാവിലെ എല്ലാവർക്കും പോകാനുള്ളതല്ലേ, അങ്ങനെ ചായ കൊടുക്കണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇരുന്നിട്ട് കിച്ചണിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കട്ടെ, ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു 2 ദിവസം നമ്മളത് കടന്നു പോയത്. എന്താണെങ്കിലും ഗ്യാസ് ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഗ്യാസ് കുറ്റി കൊടുന്ന് തരുമ്പോൾ എന്നും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ പ്രശ്നം എന്നാ തീരുക, ഗ്യാസ് എന്നാൽ നമുക്ക് ക്ഷാമല്ലാതെ കിട്ടുക. അപ്പം എന്നോട് ഇന്നലെ ആൾ പറഞ്ഞു ക്ഷാമം എന്ന് പറഞ്ഞു ഫുള്ളായിട്ട് കത്തിച്ച് തീർക്കണ്ടെന്ന്, അടുത്ത മാസം ശരിയാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് എന്ന് ശരിയാവും എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. അപ്പോൾ എന്താണെങ്കിലും മറ്റത് ഒരു മാസത്തിലൊരു കുറ്റി കിട്ടുകയാണെന്നെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല അല്ലേ. ഇത് 1.5 മാസം എനിക്ക് നിൽക്കുള്ളൂ കേട്ടോ. 1.5 മാസം 1.25 നിന്നിരുന്ന ആദ്യം, ഇപ്പോൾ 1.5 നിൽക്കണുള്ളൂ. എന്തോ കത്തിക്കലുകൊണ്ട് തന്നെ ആയിരിക്കാല്ലേ. കുറച്ച് ആളുകളൊക്കെ 2 മാസം 3 മാസം കത്തിക്കും എന്നൊക്കെ പറയാം. 28 ദിവസം കത്തിക്കണമുണ്ട് കേട്ടോ. ഞങ്ങളെ അയൽവക്കക്കാരൊക്കെ ചിലപ്പോൾ 28 ദിവസം കത്തിക്കണവരും ഉണ്ട്. എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഓരോരോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോകണം മക്കളെ. അങ്ങനെ ചായ കൂടി നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാനും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാം. ഇവരിതൊക്കെ കുടിക്കട്ടെ, ഇവരൊക്കെ പോട്ടെ. അതിൻ്റെ ശേഷം പിന്നെ എല്ലാതാ പൂരിയൊക്കെ ചുടൽ കഴിഞ്ഞ് പിന്നെ അതാ കറിയൊക്കെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ. ഓരോരുത്തരും ഇവിടെ അതാ ഉറങ്ങണ് നീക്കണ് എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തെണ്ടിപ്പോയിട്ട് വന്നിട്ട് ഇതാ രാവിലെ ആകുമ്പോൾ കിടന്നുറങ്ങുകയാണ് ആൾ. ഇന്നലെ ചാടിപ്പോയി, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വന്നിട്ട് നല്ല ഉറക്കുക. വാതിൽ തുറന്നപ്പോൾ ഉണ്ട് അകത്തേക്ക് മണ്ടി വരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉഷാറായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 9 മണിക്കാണ് കേട്ടോ ഈ ചായ കുടിക്കണത്. പിന്നെ ഞങ്ങളൊന്ന് സാവധാനത്തിലിരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ കരം ചായ കൂടി അർജൻറ്റ് ആകുമ്പോൾ കിച്ചണിലോട്ട് വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ടേബിളിൽ എടുത്ത് വെക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലത്തെ ഒരു വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിച്ചു. കറി തട്ടിക്കൂട്ടാണെങ്കിലും പൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറി തേങ്ങയൊക്കെ അരച്ച് നല്ല ഉഷാറാക്കിയിട്ടുള്ളൊരു കറി തന്നെയായിരുന്നു. ചിലർക്ക് ഈ തേങ്ങ അരച്ച കറി രാവിലെ കൂട്ടി കഴിഞ്ഞാൽ നെഞ്ഞരിച്ചിലുണ്ടാവും അല്ലേ. എനിക്കിവിടെ ചിലപ്പോൾ ഉണ്ടാവലുണ്ട് കേട്ടോ, അങ്ങനെ നെഞ്ഞരിച്ചിലുണ്ടാവും. ഇതുപോലത്തെ കട്ടിക്കുള്ള കറിയൊക്കെ രാവിലെ കൂട്ടിക്കഴിഞ്ഞാൽ മസാല കറിയല്ലേ, അപ്പോൾ ചിലപ്പോൾ നെഞ്ഞരിച്ചിലുണ്ടാവലുണ്ട്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും എന്ന് പറയും. എനിക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇക്ക കഴിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവരുടെ കളിയും ഇവരുടെ ഈ ഓടലും ചാടലും ഞങ്ങൾക്ക് നല്ല രസമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇവർ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വലിയ തകൃതി. ഇവർക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണ്. ചോറിട്ട് കൊടുത്താൽ വേണ്ട, പിന്നെ ഇവർക്ക് കോഴിത്തീറ്റ അതാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.